Assalamu alaikum. Good morning to all. Myself Fadisha Mujib. എനിക്ക് കിട്ടിയ ടോപ്പിക്ക് എമേർജിങ് ട്രെൻഡ്സ് ഓഫ് ബാങ്കിങ് ഇൻ ഇന്ത്യ. ഇതിലുള്ള കുറേ പോയിൻറ്റ്സ് ആണ്. അതിൽ 11ാമത്തെ പോയിൻറ്റ്സ് ആണ് ഞാൻ പറയുന്നത്. അത് അഡ്വാൻസ്ഡ് പ്രയോറിറ്റി സെക്ടർ. Prior to nationalization, the commercial banks has not given any special importance to priority sector like agriculture, micro, small and medium enterprises, export credit, education, housing, social infrastructure, renewable energy and others. ഇത് പറയുന്നത് നാഷണലൈസേഷന് മുമ്പ് അഗ്രികൾച്ചർ, മൈക്രോ, സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, എക്സ്പോർട്ട്, ക്രെഡിറ്റ്, എഡ്യൂക്കേഷൻ, ഹൗസിംഗ്, സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, റിന്യൂവബിൾ എനർജി തുടങ്ങിയ പ്രയോറിറ്റി സെക്ടറിന് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പ്രത്യേക ഇറക്കുമതി നൽകിയിട്ടുണ്ടായിരുന്നില്ല. ബട്ട് ആഫ്റ്റർ നാഷണലൈസേഷൻ ദ സെക്ടർ വർ ഗിവൺ സ്പെഷ്യൽ എംഫസിസ് ബൈ കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്നാൽ നാഷണലൈസേഷന് ശേഷം ഈ മേഖലകൾക്ക് കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ടായിരുന്നു. ദ ബാങ്ക്സ് ഹാവ് ഓപ്പൺഡ് എ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ റൂറൽ ആൻഡ് സെമി അർബൻ ഏരിയാസ്. റൂറലും സെമി അർബൻ ഏരിയാസിലുള്ള നിരവധി ബാങ്കുകൾക്ക് ഒരുപാട് ബ്രാഞ്ചസ് തുറന്നിട്ടുണ്ടായിരുന്നു. ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ഗിവൺ മോർ ആൻഡ് മോർ ക്രെഡിറ്റ് ടു സ്മോൾ ഫാമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയലൈസ്ഡ് ഇറ്റ് ബൈ ഫോർമുലേറ്റിംഗ് വേരിയസ് സ്കീം. സോ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിന് സ്മോൾ ഫാമേഴ്സും ഇൻഡസ്ട്രിയൽസുകൾക്കും കൂടുതലായിട്ട് ക്രെഡിറ്റ്സ് നൽകുന്നു. Apart from this, the commercial banks are providing loan to self-employment programs. ഇത് പറയുന്നത് ഇതിൽ നിന്ന് ഒരു ഭാഗം കൊമേഴ്ഷ്യൽ ബാങ്ക് സെൽഫ് എംപ്ലോയ്മെൻറ്റിൻ്റെ പദ്ധതിക്ക് വായ്പ നൽകുന്നുണ്ട്. At present, the domestic banks have to disburse 40% of the net bank credit to total priority sector, out of which banks are required to lend at least 80% and 10% respectively of their net bank credit to the agriculture sector and weaker sections of society respectively. ഇത് പറയുന്നത് ഒരു മൊത്തം മുൻഗണനാ മേഖലകളിലേക്ക് ഡൊമസ്റ്റിക് ബാങ്ക് 40%ഉം നെറ്റ് ബാങ്ക് ക്രെഡിറ്റുകളും വിതരണം ചെയ്യേണ്ടതുണ്ട്. അതിൽ ബാങ്കുകൾ അവരുടെ നെറ്റ് ബാങ്ക് ക്രെഡിറ്റുകളിൽ യഥാക്രമം കുറഞ്ഞത് 80% അല്ലെങ്കിൽ ഒരു 10% കാർഷിക മേഖലയ്ക്കും സമൂഹത്തിനും വായ്പ നൽകേണ്ടതായിട്ടുണ്ട്. ഇതാണിതിൽ പറയുന്നത്. നെക്സ്റ്റ് 12ാമത്തെ പോയിൻറ്റ് മൈക്രോ ഫിനാൻസ്. The SHG Bank Linkage Program has emerged as the major microfinance program in the country. It is being implemented by commercial bank, RRBs and cooperative banks. ഇതിൽ പറയുന്നത് SHG വെച്ചാൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ഈ SHG ബാങ്ക് ലിങ്കേജ് പ്രോഗ്രാം രാജ്യത്തെ ഒരു പ്രധാന മൈക്രോ ഫിനാൻസ് പ്രോഗ്രാമായിട്ട് മാറിയിട്ടുണ്ട്. സോ ആ കൊമേഴ്ഷ്യൽ ബാങ്ക് RRBകളും കോപ്പറേറ്റീവ് ബാങ്കുകളുമാണ് അത് നടപ്പിലാക്കി പോരുന്നത്. നെക്സ്റ്റ് 13ാമത്തെ പോയിൻറ്റ് റിസർവ് ബാങ്ക് കൺട്രോൾ. ഇൻ റീസെൻറ്റ് ഇയേഴ്സ് ദ റിസർവ് ബാങ്ക് ഹാസ് ബീൻ എക്സൈസിങ് ഗ്രേറ്റർ കൺട്രോൾ ഓവർ ദ ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. ഈ അടുത്ത കാലത്തായിട്ട് ഇന്ത്യൻ കൊമേഴ്ഷ്യൽ ബാങ്കിന് മേൽ റിസർവ് ബാങ്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നുണ്ടെന്ന് പറയുന്നു. Banking Regulation Act and its amendments and Reserve Bank of India Act 1934 and its amendments has given extensive power to Reserve Bank to regulate the operations of the commercial banks. Banking Regulation Act അതിൻ്റെ അമെൻമെൻസുകളും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934നും അതിൻ്റെ അമെൻമെൻസുകളും കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ പ്രവർത്തനം നിയന്ത്രിക്കുന്നതിന് റിസർവ് ബാങ്കിന് ഒരു വലിയ അധികാരം നൽകിയിട്ടുണ്ടെന്നാണ് ഇത് പറയുന്നത്. This resulted in increase in public confidence, control on the frequent failures of the banks in the country,
the protection of the interest of the depositor and a sound development of bank in correct direction. ഇത് പബ്ലിക്കിൻ്റെ കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാനും രാജ്യത്ത് ബാങ്കിൻ്റെ പതിവ് പരാജയങ്ങൾക്കുള്ള കൺട്രോളും നിക്ഷേപകൻ്റെ താൽപ്പര്യത്തിൻ്റെ സംരക്ഷണം, ശരിയായ ഡയറക്ഷനിൽ ബാങ്കിൻ്റെ മികച്ച വികസനം എന്നിവയ്ക്കും ഇതൊരു കാരണമായി. നെക്സ്റ്റ് 14ാമത്തെ പോയിൻ്റ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസ് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ പ്ലേയിങ് എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ഇൻഡസ്ട്രിയൽ ഫിനാൻസ്. ഇൻഡസ്ട്രിയൽ ഫിനാൻസിൽ കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ദേ പ്രൊവൈഡ് ഷോർട്ട് ടേം ഫിനാൻസ് ടു ഇൻഡസ്ട്രീസ്. അവർ ഇൻഡസ്ട്രീസിന് ഷോർട്ട് ടേമിൽ ഫിനാൻഷ്യൽ ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Many banks have started merchant banking divisions to provide technical and financial guidance to industrial concerns. ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ആശങ്കകൾക്ക് ടെക്നിക്കലായിട്ടും ഫിനാൻഷ്യലായിട്ടും മാർഗനിർദ്ദേശം നൽകുന്നതിനായിട്ട് പല ബാങ്കുകളും മർച്ചൻ്റ് ബാങ്കിങ് എന്നൊരു വിഭാഗം ആരംഭിച്ചു. They also started to underwrite shares and debentures of industrial concerns. ഇൻഡസ്ട്രിയൽ കൺസേൺസിൻ്റെ ഷെയറുകളും ഡിബഞ്ചറുകളും അവർ അണ്ടർറൈറ്റ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. They helped the industrial concerns to buy heavy machinery from foreign countries. For this purpose, they started guarantee deferred payment scheme. ഇൻഡസ്ട്രിയൽ കൺസേൺസുകളെ ഫോറിൻ കൺട്രീസിലേക്ക് ഹെവി ആയിട്ടുള്ള മെഷീനറി വാങ്ങാൻ അവർ ഹെൽപ്പ് ചെയ്തിരുന്നു. ഈ ആവശ്യത്തിനായിട്ട് അവർ തടസ്സം നിന്നിരുന്ന പേയ്മെൻറ്റ് സ്കീമിന് ഒരു ഗ്യാരണ്ടി നൽകി. ഇതാണ് ഇൻഡസ്ട്രിയൽ ഫിനാൻസിൽ പറയുന്നത്. നെക്സ്റ്റ് 15ാമത്തെ പോയിൻ്റ് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ബാങ്കിങ്. ടുഡേ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ പ്രൊവൈഡിങ് മീഡിയം ടേം ആൻഡ് ലോങ് ടേം ലോൺ ആൻഡ് cater the needs of the agriculturist and industrialist. In olden days, it concentrated on providing short-term loans only. So it is a change seen in the role of commercial banks for the development of the nation. ഇന്ന് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ മീഡിയം ടേമും ലോങ് ടേമും ലോണുകൾ നൽകുകയും കൃഷിക്കാരുടെയും വ്യവസായികളുടെയും ആവശ്യങ്ങൾ നിറവേറുകയും ചെയ്യുന്നുണ്ട്. പഴയ ദിവസങ്ങളിലാണെങ്കിൽ ഇത് ലോങ് ടേം ലോൺ മാത്രം നൽകുന്നതിൽ അവർ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നു. അതിനാൽ ഇത് രാജ്യത്തിൻ്റെ വികസനത്തിനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ റോള് കാണിക്കുന്ന ഒരു വലിയ മാറ്റമാണ് ഉണ്ടായത് എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് 16ാമത്തെ പോയിൻ്റ് ഷിഫ്റ്റ് ബാങ്കിങ് ഫ്രം ബിഗ് കസ്റ്റമേഴ്സ് ടു സ്മോൾ കസ്റ്റമേഴ്സ്. Before independence, the bank had given importance to protect the rich, but today banking is extended to common man. At present, more than 60% of the depositors belong to office workers, small traders, and ordinary cultivators, etc. ഇൻഡിപെൻഡൻസിന് മുമ്പ് റിച്ച് ആയവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ബാങ്ക് ഇറക്കുമതി നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ബാങ്കിങ് സാധാരണക്കാരിലേക്കായിട്ട് വ്യാപിച്ചിട്ടുണ്ട്. നിക്ഷേപകരിൽ നിന്നും 60%-ലധികം പേർ ഓഫീസ് വർക്കേഴ്സും സ്മോൾ ട്രേഡേഴ്സും അതേപോലെ ഓർഡിനറി കൾട്ടിവേറ്റേഴ്സും എന്നിവരുടേതായിട്ട് മാറിയിട്ടുണ്ട്. The commercial bank introduced a special scheme like differential rate of interest scheme for providing concessional credit to the economically and weaker sections of the society. Now the bank are giving more attention to artisans, farmers and small businessmen. കൊമേഴ്ഷ്യൽ ബാങ്ക് സാമ്പത്തികമായിട്ട് അനുകൂല്യ വായ്പ നൽകുന്നതിനായിട്ട് ഒരു പ്രത്യേക പലിശ നിരക്ക് പോലുള്ള പ്രത്യേക പദ്ധതി അവതരിപ്പിച്ചിരുന്നു. അത് സൊസൈറ്റിയിലെ വീക്കായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അവതരിപ്പിച്ചത്. അതുപോലെ കരകൗശല തൊഴിലാളികൾക്കും കൃഷിക്കാർ, ചെറുകിട വ്യവസായികൾ എന്നിവർക്കും ബാങ്ക് ഒരു കൂടുതൽ ശ്രദ്ധ നൽകിയിരുന്നു എന്നാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് 17ാമത്തെ പോയിൻ്റ് ന്യൂ ഇന്നോവേഷൻ ആൻഡ് ഡൈവേഴ്സിഫിക്കേഷൻസ്. While the foreign bank operating in India made the beginning, the new private sector banks aggressively started pursuing technology-based service offering.
However, the public sector bank had to move over from the load of the past legacy. ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഫോറിൻ ബാങ്ക് വലിയൊരു മുന്നേറ്റം നടത്തിയപ്പോൾ ന്യൂ പ്രൈവറ്റ് സെക്ടർ ബാങ്കുകൾ ടെക്നോളജി ബേസ്ഡ് സർവീസ് ഓഫറുകൾ പിന്തുടരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പബ്ലിക് സെക്ടർ ബാങ്കുകൾക്ക് മുൻകാല പാരമ്പര്യത്തിൻ്റെ ഒരു വായ്പയിൽ നിന്ന് മാറേണ്ടി വന്നു. Now the commercial banks are adopting new innovations and diversifications in their operation to improve their performance. Thus, innovations mainly consist of ഇപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ പ്രവർത്തനക്ഷമതയിൽ പുതിയ കണ്ടുപിടുത്തങ്ങളും ഡൈവേഴ്സിഫിക്കേഷൻസും സ്വീകരിക്കാൻ തുടങ്ങി. ഈ കണ്ടുപിടുത്തങ്ങളിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുന്നത് താഴെ പറയാം. ഫസ്റ്റ് ഒന്നാമത് അഡോപ്ഷൻ ഓഫ് പാർട്ടിസിപ്പേറ്ററി അപ്രോച്ച്. 2 അഡോപ്ഷൻ ഓഫ് കൺസോർഷ്യം അപ്രോച്ച് ഇൻ ലെൻഡിങ്. അത് പറയുന്നത് വായ്പ നൽകുന്നതിന് കൺസോർഷ്യം അപ്രോച്ച് അഡോപ്റ്റ് ചെയ്യണമെന്ന്. 3 പ്രൊവിഷൻ ഓഫ് സിംഗിൾ വിൻഡോ ലെൻഡിങ്. അത് സിംഗിൾ വിൻഡോ വായ്പയുടെ പ്രൊവിഷൻ. 4 ഇൻട്രൊഡക്ഷൻ ഓഫ് ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി. ക്രെഡിറ്റ് കാർഡ് ഫെസിലിറ്റി ഏർപ്പെടുത്തണമെന്നാണ്. 5 ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ ടെക്നോളജി, മെക്കാനിസേഷൻ ആൻഡ് കമ്പ്യൂട്ടറൈസേഷൻ ഇൻ ലെൻഡിങ് ഓപ്പറേഷൻസ്. അത് പറയുന്നത് വായ്പ നൽകുന്ന പ്രവർത്തനങ്ങളിൽ പുതിയ ടെക്നോളജിയും മെക്കാനൈസേഷനും കമ്പ്യൂട്ടറൈസേഷനും എന്നിവയുടെ ഇൻട്രൊഡക്ഷൻ നൽകണം. 6 പറയുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് മെർച്ചൻ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്സ്, ഹയർ പർച്ചേസ് ഫിനാൻസ് എക്സെട്ര. അത് മെർച്ചൻ്റ് ബാങ്കിങ്, മ്യൂച്വൽ ഫണ്ട്സ്, ഹയർ പർച്ചേസ് ഫിനാൻസ് തുടങ്ങിയ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകളുടെ ഇൻട്രൊഡക്ഷൻ വേണം. 7 പറയുന്നത് പേയിങ് മോർ അറ്റൻഷൻ ടു കൺസോളിഡേഷൻ, സോഫിസ്റ്റിക്കേഷൻ, ബെറ്റർ കൺസ്യൂമർ സർവീസ് ആൻഡ് ബെറ്റർ പ്രോഫിറ്റബിലിറ്റി. അത് പറയുന്നത് ഏകീകരണം, സങ്കീർണത, ബെറ്റർ ഉപഭോക്തൃ സേവനം, ബെറ്റർ ആയിട്ടുള്ള ലാഭം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം എന്നാണ് പറയുന്നത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.